അതെ, വീണ്ടും വയനാട് തന്നെയാണല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇന്നാണ് KPCC പ്രസിഡന്റ് വളരെ വിശദമായി തന്നെ കോൺഗ്രസ് പിരിച്ച കണക്കിനെ പറ്റിയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പിരിച്ച കണക്കിനെ പറ്റിയുമൊക്കെ വിശദമാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് ആ കണക്കുകൾ പറയാം. ഒന്ന്, യൂത്ത് കോൺഗ്രസ് ആകെ പണം പിരിച്ചത്, അത് ഏതെങ്കിലും വ്യക്തിയിൽ നിന്ന് പിരിച്ചിട്ടില്ല, ഒരുപാട് ചലഞ്ചുകൾ വഴി പിരിച്ചത് 1,05,00,000 രൂപ. KPCC ആപ്പ് വഴി പിരിച്ചത് ഏതാണ്ട് 4,33,00,000 രൂപ. മൊത്തത്തിൽ 5,38,21,632 രൂപയാണ് KPCCയും യൂത്ത് കോൺഗ്രസും കൂടെ ചേർന്ന് പിരിച്ചത്. ഇനി ഈ ആപ്പുകളുടെ നിർമ്മാണവും ചെലവും അത്തരം കാര്യങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് 9,30,000 രൂപ ചിലവായിട്ടുണ്ട്. ഒന്നാം ഘട്ട ഭൂമി ഏറ്റെടുക്കലും രജിസ്ട്രേഷനും വേണ്ടിയിട്ട് 3,68,36,385 രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. അതിൻ്റെ ബാക്കി ഇനി 1,60,55,247 ഉണ്ട്. രണ്ടാം ഘട്ട ഭൂമിയുടെ വില 2,50,30,212 രൂപയാണ്. അപ്പോൾ ആകെ ചെലവ് 6,27,96,597 രൂപയാണ്. രജിസ്ട്രേഷൻ അടക്കമുള്ള ചിലവിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയുമാണ് ചിലവായതെന്നും ഇത്രയുമാണ് പിരിച്ചതെന്നും പറഞ്ഞ് കണക്കാകെ പുറത്തേക്ക് വന്നപ്പോൾ നമ്മുടെ സംവാദമുങ്ങിയായ ശ്രീ പിണറായി വിജയൻ്റെ പാർട്ടിക്കാർ ഒരു പുതിയ സ്ക്രീൻഷോട്ടുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് ആപ്പ് വഴി പിരിച്ചത് 54,49,78,56 രൂപയാണത്രേ. ഈ ഒരു സ്ക്രീൻഷോട്ട് കേരളത്തിൽ വ്യാപകമായി CPMൻ്റെ സൈബർ സ്പേസ് പ്രചരിപ്പിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എന്ത് വൃത്തികേടും എത്ര ഹീനമായ മാർഗവും ഒക്കെ പ്രചരിപ്പിക്കാനായിട്ട് വലിയ മിഷണറി ഉള്ള ആളുകൾക്ക് ഇത് പ്രചരിപ്പിക്കുന്നതിനകത്ത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തായാലും KPCC പ്രസിഡന്റ് അത് കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി തിരിച്ച് ഒരു വെല്ലുവിളി സംവാദം മുങ്ങിയായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് പറയുന്നു. കേരള പോലീസ് ഇപ്പോഴും അങ്ങയുടെ നിയന്ത്രണത്തിൽ തന്നെയാണല്ലോ. നിങ്ങളുടെ പാർട്ടിക്കാർ പറയുന്നത് പോലെ 54,49,78,56 രൂപയാണ് ആപ്പ് മുഖേന കോൺഗ്രസ് പിരിച്ചതെങ്കിൽ കേരള പോലീസ് വിചാരിച്ചാൽ 5 മിനിറ്റ് വേണ്ട എത്ര രൂപ പിരിച്ചു എന്ന് കണ്ടെത്താൻ. കാരണം ആപ്പിലേക്ക് ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് എത്ര വന്നു എളുപ്പം കണ്ടുപിടിക്കാം. യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് തരാം. ഈ പണം എത്ര രൂപ പിരിച്ചു എന്ന് വെച്ചിട്ട് സംവാദം മുങ്ങിയായ ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ വിട്ടേക്കും. അദ്ദേഹവുമായിട്ട് നിങ്ങൾ സംവാദം വേണ്ട. കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകനുമായിട്ടെങ്കിലും സംവാദത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാണോ? ഒന്ന്. രണ്ട്, ഞങ്ങളുടെ സുതാര്യമായ കണക്കുകൾ പറഞ്ഞു. ഇനി നിങ്ങൾ പറയണം 20 കോടി രൂപ DYFI പിരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 5 കോടിയെ കോൺഗ്രസ് പിരിച്ചുള്ളൂ എന്നൊക്കെ പറയുന്ന ആളുകളോട് ചോദിക്കാനായിട്ടുള്ളത് ഇന്ത്യ മുഴുവൻ CPM പിരിച്ചത് ആകെ 90 ലക്ഷമാണ്. അപ്പോൾ ചോദിക്കും DYFI 20 കോടി പിരിച്ചില്ലേ എന്ന്. അങ്ങനെ നോക്കിയാൽ കോൺഗ്രസ് പിരിച്ചു, യൂത്ത് കോൺഗ്രസിന്റെ ഫണ്ട് കളക്ഷൻ ഉണ്ടായിരുന്നു. അതുകൂടാതെ ലീഗാണ് ആദ്യം ഫണ്ട് കളക്ഷൻ ആരംഭിച്ചത്. ഏതാണ്ട് 36 കോടി രൂപയാണ് ലീഗ് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് സംഭാവനയായി പിരിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഏതാണ്ട് 40 കോടിക്ക് മുകളിലാണ് UDF എന്ന നിലയിൽ ഞങ്ങൾ പിരിച്ചിരിക്കുന്നത്. മാത്രമല്ല 200 വീടാണ് ഞങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പോൾ അത് മൊത്തത്തിലുള്ള കണക്കെടുക്കുമ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി തിരിച്ചുള്ള ചോദ്യം, 20 കോടി എന്ന DYFIയുടെ കണക്കിനെ പറ്റിയിട്ടുള്ള സുതാര്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ പുറത്തുവിടാമോ? നിങ്ങൾ പറയുന്നു ഒരാളിൽ നിന്നും പണം പറ്റിയിട്ടില്ല എന്ന്. വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, അത് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? ഒരാളിൽ നിന്ന് പോലും പണം നിങ്ങൾ കൈപ്പറ്റിയിട്ടില്ല എന്ന്. നിങ്ങൾ പറയുന്നത് കേരളം മുഴുവൻ ആക്രി വിറ്റും പേപ്പർ വിറ്റിട്ടുമൊക്കെയാണ് നിങ്ങൾ ഈ പണം കണ്ടെത്തിയതെന്നാണ്. അങ്ങനെയാണെങ്കിൽ DYFIയെ വെല്ലുവിളിക്കുന്നു, സർക്കാരിനെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ ആ കണക്ക് പുറത്തേക്ക് വിടൂ. ഏത് ആക്രി കച്ചവടക്കാരനാണ് നിങ്ങൾ 20 കോടി രൂപയുടെ ആക്രി വിറ്റത്? അതല്ലെങ്കിൽ ഏത് പത്രക്കച്ചവടക്കാരനാണ് നിങ്ങൾ 20 കോടി രൂപയുടെ പത്രം വിറ്റത്? അതിൻ്റെ ഡീറ്റെയിൽസ് ഓരോ നിയോജക മണ്ഡലം തിരിച്ചിട്ടുള്ളത് വളരെ എളുപ്പം കിട്ടാമല്ലോ. എവിടെയാണ് വിറ്റിട്ടുള്ളത്, ആർക്കാണ് വിറ്റത്, അതിൻ്റെ റെസിപ്റ്റ്, ഇതടക്കമുള്ള സുതാര്യമായ കണക്ക് വെക്കാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ സർക്കാരിനെ പോലെ, സർക്കാർ ഊരാളുങ്കലിനെ ഉപയോഗിച്ച് ചെയ്യുന്നത് പോലെ തന്നെ മൃതശരീരങ്ങളുടെ പോക്കറ്റ് അടിക്കുന്ന, മൃതശരീരത്തെ കൊള്ളയടിക്കുന്ന ആളുകളാണ് നിങ്ങളെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്, സർക്കാർ എത്ര വെട്ടിച്ചു, DYFI എത്ര വെട്ടിച്ചു.